അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. അള്ളാഹു നമ്മുടെ ജീവിതവും മരണവും ആഖിറവും ഒക്കെ റാഹത്താക്കി തരട്ടെ. വോയിസ് പൂർണ്ണമായി കേൾക്കുക, എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, എല്ലാവരും അറിവുകൾ പഠിക്കട്ടെ. നമ്മളെ ജീവിതത്തിൽ നന്മകൾ ഓരോ മനുഷ്യർക്കും കുറവാണ്. കൂടുതലും പരിശോധിച്ചാൽ നമുക്ക് തിന്മകളാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ നന്മകൾ കൂടുതലുള്ള ആളുകളുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജനനവും നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും എല്ലാം ഖൈറിലും നന്മയിലും ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കണം. അള്ളാഹുവും അവൻ്റെ റസൂലും താബിഈകളും നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്താണോ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഖുർആനിൽ പറയുന്നുണ്ട്, വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരാൾ ഒരു അണു അല്ലെങ്കിൽ ഒരു കടുകുമണിൻ്റെ തൂക്കം നന്മ ചെയ്താൽ അത് അവനിക്ക് കാണിക്കപ്പെടും. ഒരാൾ ഒരു അണുമണി തൂക്കം, ഒരു കടുകുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവനിക്ക് കാണിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം നന്മകൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെ കൂലി നമുക്ക് അള്ളാഹു നൽകപ്പെടും. ഈ ലോകത്തിലും നൽകപ്പെടും, പരലോകത്തിലും നൽകപ്പെടും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം തിന്മകളാണ് ചെയ്യുന്നത്, ആ തിന്മകൾക്കനുസരിച്ചുള്ള പ്രതിഫലം, അതിൻ്റെ ശിക്ഷ ഈ ലോകത്തുനിന്ന് കിട്ടും, പരലോകത്തുനിന്നും കിട്ടും. പരലോകത്ത് നിർബന്ധമായും ചോദ്യം ചെയ്യപ്പെടാതെ ഒരാളും ഒരടി മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല. അത്രയും ഭയാനകമായ ഒരു അവസ്ഥയാണ് ആഖിറത്തിൽ നമുക്കെല്ലാവർക്കും അനുഭവിക്കേണ്ടത്. മാക്സിമം നമ്മൾ മനസ്സിലാക്കുക, ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ആയുസ്സിൽ നമ്മൾ ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 1 മണിക്കൂർ പോലും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാത്ത, അള്ളാഹു പറയുന്നത് അനുസരിക്കാത്ത എത്രയോ ആളുകളുണ്ട്. 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്നെ സൃഷ്ടിച്ച് എന്നെ പരിപാലിക്കുന്ന, ഈ ലോകം മുഴുവനും പടച്ച് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എൻ്റെ അള്ളാഹുവിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണം. അതിനുവേണ്ടി നമ്മളോട് കഴിയുന്ന അത്ര നന്മകൾ നമ്മൾ ചെയ്യുക. അള്ളാഹുവിന് നിസ്കാരങ്ങളിലൂടെ കണ്ടെത്തുക അള്ളാഹുവിനെ നാം. അതുപോലെ മറ്റുള്ള ഒരുപാട് സൽക്കർമ്മങ്ങൾ, യതീമുകൾ, പാവപ്പെട്ടവർ, പാവപ്പെട്ട ആലിമീങ്ങൾ, മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്തവർ, വീടില്ലാത്തവർ, മക്കളെ കെട്ടിക്കാൻ കഴിവില്ലാത്തവർ, രോഗിയായി കിടക്കുന്നവർ, അങ്ങനെ പരിശോധിച്ചാൽ ഒരുപാട് ഇപ്പോഴും നമുക്ക് സഹായിക്കാൻ അർഹരായ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. പക്ഷേ നമ്മൾ അന്വേഷിച്ച് അവരെ കണ്ടെത്തുന്നില്ല എന്ന് മാത്രം. അങ്ങനെയുള്ള ഒരുപാട് നന്മകൾ ചെയ്താൽ നമുക്ക് അറിയാമല്ലോ, ഒരുപാട് അപകടങ്ങളിൽ നിന്നും, ഒരുപാട് രോഗങ്ങളിൽ നിന്നും, ഒരുപാട് ആപത്തുകളിൽ നിന്നും മറ്റുള്ളവരെ സഹായിക്കുന്നത് കാരണം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അതിനായി മലക്കുകളെ അള്ളാഹു നമ്മളിലേക്ക് അയക്കുന്നുണ്ട്, നമ്മളെ രക്ഷപ്പെടുത്താനും നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജീവിതത്തിൽ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് കഴിയുന്ന രീതിയിൽ എന്തൊക്കെ നന്മകളുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യുക. എന്തൊക്കെ തിന്മകളുണ്ടോ അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിൽക്കുക. നമ്മൾ മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക, എത്തിച്ചു കൊടുക്കുക, അറിയിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പം അതും ഒരു നന്മയാണ്. അള്ളാഹു സ്വീകരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.